ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള പോലീസിലേക്ക് കോൺസ്റ്റബിൾ റാങ്കിൽ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് മെയിലിനെയും ഫീമെയിലിനെയും വിളിച്ചിരിക്കുകയാണ്. അതൊരു ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൽ അപേക്ഷിക്കുന്നത് ഏത് പ്രായമാണ് എന്നതാണ്. സാധാരണ കോൺസ്റ്റബിളിനെ വിളിക്കുന്ന പോലെ തന്നെ 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായമാണ്. നിയമാനുസൃത ഇളവ് ബാക്കി എല്ലാ തസ്തികയ്ക്കും ലഭിക്കുന്നതാണ്. ഇനിയും ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31,100 മുതൽ 66,800 വരെയാണ്. ഇനി ഇതിനെ അപേക്ഷിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 തതുല്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾ നേടിയിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ടെക്നിക്കൽ യോഗ്യതയായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് ഗിയർ മോട്ടോർ സൈക്കിളിൻ്റെയും ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെയും പിന്നെ ഈ ഹെവി വെഹിക്കിളായിട്ടുള്ള ബസ്സുകളുടെയും ഒപ്പം തന്നെ ലോറിയുടെയും അതായത് ഗുഡ്സ് വാഹനങ്ങളുടെയും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ വെഹിക്കിൾസിൻ്റെയും അതായത് ബസ്സുകൾ പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് മാത്രം. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു ലൈസൻസ് കയ്യിലുള്ളവർ, ബാഡ്ജ് ഉൾപ്പെടെ കയ്യിലുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായിട്ട് ഈ ഒരു യോഗ്യതയിൽ അപേക്ഷിച്ചാൽ തന്നെ അതിനുശേഷം PSC ഈ ഒരു യോഗ്യതയുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട്, അതായത് വാഹനം ഓടിക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾസിന് വേണ്ടി നടത്തുന്ന ഒരു പ്രൊഫിഷ്യൻസിയുടെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് വാഹനം ഓടിച്ച് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ഒരു ടെസ്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും. അതിന് ശേഷം മാത്രമേ നിങ്ങളെ ഈ ഒരു തസ്തികയിലേക്ക് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഇതിന് ഫിസിക്കൽ ക്വാളിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 168, 157 എന്നിങ്ങനെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹൈറ്റിൻ്റെ ലെവല്. പുരുഷന്മാർക്ക് 168ഉം സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്റർ വേണം. ഇനിയും ചെസ്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 81 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുകയും വേണമെന്നത് ഒരു ബേസ് ഇതായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനിയും അത് കൂടാതെയുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ആയിട്ട് പറയുന്നത് കാഴ്ചയാണ്. അതിൽ 2 കണ്ണുകൾക്കും ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടായിരിക്കണം. ഇനി നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ 0.5 ഉണ്ടായിരിക്കണമെന്നത് തീർത്തും പറയുന്ന അത്യാവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കണ്ടീഷനാണ്. ഈ കണ്ടീഷനുകളുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ പോലും പറ്റുന്നത്. അവർക്ക് മാത്രമാണ് ഇതിന് എഴുതാനും പറ്റുന്നത്, എക്സാം എഴുതാൻ പറ്റുന്നത്. ഇനി ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ദൂരീകരിക്കുന്നതിനും ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഈ പരീക്ഷ എഴുതാമെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതകളെന്നും ഒക്കെ എല്ലാതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബിനാർ ഏണസ്റ്റ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തികച്ചും സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ ആ ഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോയിലൂടെയും അല്ലാതെ മെസ്സേജിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന്, എങ്ങനെയൊക്കെ അപേക്ഷിക്കാമെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഉടൻ തന്നെ ഏണസ്റ്റ് അക്കാഡമി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു കോഴ്സിനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയും എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടാവും. തികച്ചും സൗജന്യമാണ് നമ്മുടെ വെബിനാർ എന്നുള്ളത് ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പം മറക്കേണ്ട, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ കൃത്യമായിട്ടുള്ള ലീഡ്സ് കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കിട്ടുന്നതായിരിക്കും. താഴെ ഉള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ. അപ്പോൾ എല്ലാവരും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യട്ടെ എന്നും ഒപ്പം തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.